ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു 9 days എനർജി ക്ലെൻസിങ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 4ാമത്തെ ദിവസമാണ്. സോറി, എനിക്ക് യൂട്യൂബിൽ അത് പറയാൻ പറ്റില്ല, അതിന് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ട് കുറച്ച് പേര് ഉൾക്കൊള്ളിച്ചൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ എനർജി ക്ലെൻസിങ് ചലഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർ, അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, 10 പൈസ വേണ്ട. ചേരാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്നിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിനകത്ത് ആ ലിങ്കിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യും, ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കിലോട്ട് ആഡ് ചെയ്യും. അതിനകത്ത് പറയുന്ന പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ എനർജി ക്ലെൻസിങ് ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു ഈ കാലയളവിൽ. അതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സാധന ഉപാസനയും അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്നാണ് ചോദിക്കുന്നത്. അതും ചോദിക്കുന്ന ഏജ് എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കും അവരോട്, 19 തുടങ്ങി 25 വയസ്സ് വരെയുള്ള ഏജിലുള്ള ആൾക്കാരാണ് ചോദിക്കുന്നതും കൂടുതൽ. നല്ല കാര്യം, ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിലോട്ട് ഇറങ്ങുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോകളിൽ, അതായത് ഈ സ്പിരിച്വൽ ജേണിയിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ 100 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇത്രയും ചെറുപ്പമാണ്, നിങ്ങൾ ഈ പറയുന്ന സമയമായിട്ടില്ല, ഈ പറയുന്ന ഉപാസന സാധനം തുടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 30 വയസ്സ് ശേഷമേ ഈ പറയുന്ന പരിപാടിയിലോട്ട് ഇറങ്ങാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയുള്ളൂ. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കേണ്ട സമയമാണ്. നിങ്ങളെ ലൈഫ് അടിച്ചു പൊളിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവേണ്ട ടൈമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിനെ സെറ്റിലാക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്താൽ മതി. ഉപാസന സാധനയൊക്കെ നമുക്ക് ടൈം ആകുമ്പോൾ അതിനകത്തോട്ട് ഇറങ്ങാം. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമുണ്ട്, അതായത് ഉപാസന സാധനയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്. ഒരേ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉപാസന സാധനയിലൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് എന്ന് പറയുന്നത് ഇന്നർ പീസ്, അല്ലെങ്കിൽ ശാന്തി, സമാധാനം എന്നൊക്കെ പറയുന്ന സാധനം മാത്രമേ കിട്ടുള്ളൂ. ഒരു ആനന്ദം, മലയാളത്തിൽ പറഞ്ഞൊരു ആനന്ദം, ഇത് മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഉപാസന സാധനയിലൂടെ പോയി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചോദിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ എന്താണ് ആവാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അൺലെസ് ആണെങ്കിൽ പുതിയ കർമാസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളതായിത്തീരും. ഓക്കെ, ഈ പറയുന്ന നമ്മൾ ഈ ഉപാസന സാധനയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു പ്രൊട്ടക്ടറായിട്ട് അവരുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവർ വന്നിട്ട് നമുക്ക് വേണ്ടി പണിയൊന്നും എടുക്കൊന്നുമില്ല. നമ്മൾ തന്നെ പണിയെടുക്കണം. നമ്മൾ പണിയെടുത്തതിൻ്റെ ഇത് നമുക്ക് തന്നെ കിട്ടും. അവരൊരു ഒരു പ്രൊട്ടക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് തുണയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്കൊരു മാർഗനിർദ്ദേശിയായിട്ട് എന്നൊക്കെ പറയണ പോലെ. അല്ലാണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നോ, ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാത്വികമായിട്ടുള്ള ഉപാസന സാധനയിൽ കൂടി നിങ്ങൾക്ക് പറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ. താത്വികത്തിൽ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റും, പക്ഷേ അതിന് നിങ്ങൾക്ക് അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരും എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ സാത്വികത്തിൽ പോകുന്ന ആളായതുകൊണ്ട് ഞാൻ സാത്വികം പറയുന്നു. താത്വികം നിങ്ങൾക്ക് ഈ പറയുന്ന പല ഇന്നത്തും താത്വികമായിട്ട് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ഏജ് ഗ്രൂപ്പുകാരോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് 30 വയസ്സിന് താഴെയുള്ളവരോട് പറയേണ്ട കാര്യം, നിങ്ങളുടെ കർത്തവ്യം ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവേണ്ട ടൈമാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവാൻ നോക്കുക. ഓക്കെ, നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു ജോലി കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ ഒരു 30 വയസ്സിന് ശേഷം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഈ പറയുന്ന ഉപാസന സാധനയിലോട്ട് വരിക. അല്ലാണ്ട് അതിന് മുന്നേ നിങ്ങൾ വരാണ്ടിരിക്കാൻ നോക്കുക എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ചോദിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ചക്ര ക്ലെൻസിങ്. അത് ചില ആളുകൾ വന്നിട്ട് നമുക്ക് ചക്ര ക്ലെൻസിങ് ചെയ്തു തരുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളുടെ എനർജി ലെവലിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ മാറ്റം വരുത്താൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങളും കൂടി എഫേർട്ട് എടുക്കണം. ഓക്കെ, നിങ്ങൾ എഫേർട്ട് എടുക്കാണ്ട് അവർ ഞാൻ ഫുള്ള് ക്ലിയർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ കൂടി അതിനകത്ത് എഫേർട്ട് എടുക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന എനർജി ക്ലെൻസിങ് അല്ലെങ്കിൽ ചക്ര ക്ലെൻസിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ചിലരൊക്കെ ചോദിക്കുന്ന എമൗണ്ട് വലിയ എമൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും വലിയ എമൗണ്ട് കൊടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹം ചെയ്യണ്ട എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയാണ് ഈ പറയുന്ന എനർജി ക്ലെൻസിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡിസയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിയർ, ഈ പറയുന്ന കാര്യങ്ങൾ മുന്നത്തെ വീഡിയോസിൽ പോയാൽ മതി. അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനൊരു വലിയ ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ്. ഇത് നിങ്ങൾ തന്നെ സപ്രസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഉള്ളിൽ ഒളിപ്പിക്കാനല്ല. നമുക്ക് ആ ഒരു ടെൻഡൻസി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറെ തോട്ടിലോട്ട് പോവുക, ചിന്തയിലോട്ട് പോവുക. ഇവൻച്വലി ഇത് മാറിക്കോളും.
ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ. പിന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, കുറച്ച് പേര് എനിക്ക് കമന്റ് സെക്ഷനിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ എടുക്കാം. കാരണം എനിക്ക് ലെങ്തി വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.